ഇപ്പൊ നിങ്ങൾ തന്നെ പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്നു, ചിലപ്പോഴൊക്കെ ChatGPT ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം. ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഡീപ് സീക്കിന്റെ വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ബേസിക്കലി ഇൻഫർമേഷൻസ് വളരെ ക്വിക്കായിട്ട് തരുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ട് തന്നെ തരുന്നതാണ്. അപ്പം ഇങ്ങനത്തെ ഇത്രയും ഇൻഫർമേഷൻ വരുന്നത് ഇപ്പൊ മൊബൈൽ സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രിയിൽ അതിൽ നടക്കുന്ന ഡെവലപ്മെന്റുകൾ മുഴുവനും ഈ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ വെച്ചിട്ടുള്ളതല്ലേ. ഇപ്പൊ മൂണിൽ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ മറ്റേ ഫോട്ടോ എടുക്കാൻ പറ്റും എന്ന് പറയുന്നത് അത് ആക്ച്വലി ബൈ ദ വേ റിയൽ മൂണല്ല കേട്ടോ. അത് ആർട്ടിഫിഷ്യൽ വെച്ചിട്ടുള്ള ഫോട്ടോ അതിൽ സിങ്ക് ചെയ്ത് വെച്ചിട്ട് അവർ നമ്മൾ മൂണ് കാണിക്കുന്നതാണ്. ഇങ്ങനത്തെ ഡെവലപ്മെന്റുകളൊക്കെ വളരെ ക്വിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. മുമ്പൊക്കെ നടന്നിരുന്നത് 10, 50, 60 വർഷങ്ങൾക്കൊക്കെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്ന് പറയുമ്പോൾ എല്ലാം 150 വർഷം, 100 വർഷം, പിന്നെ 50 വർഷം എന്ന് പറഞ്ഞ സംഭവങ്ങൾ ഇപ്പോൾ ഈ ലാസ്റ്റത്തെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഒരു 5 വർഷം 10 വർഷം കൊണ്ടൊക്കെയാണ്. ഇവിടെ ബട്ടൺ ഫോൺ ഉപയോഗിച്ചിരുന്ന ആൾക്കാർ ഉപയോഗിക്കാൻ അറിയില്ല. ഇപ്പോൾ എല്ലാവരും സ്മാർട്ട് ഫോൺ ആയില്ലേ. സ്മാർട്ട് ഫോൺ അയക്കുന്ന ആളുകൾ ബട്ടൺ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ബട്ടൺ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം നമുക്കത് അറിയില്ല. ഇത് എത്ര കാലമായി ഇതും ഫോണുകൾ മാറിയിട്ട് ഒരു 10 വർഷത്തിനുള്ളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. അപ്പോൾ ഒരുപക്ഷെ 90കളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഉപയോഗിച്ചിരുന്ന സ്മാർട്ട് ഫോണുകളാണ് ഇന്ന് സാധാരണക്കാർ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഒരു തമാശ എന്താ വെച്ചെങ്കിൽ ഈ അമേരിക്കൻ പ്രസിഡന്റിന് ഇപ്പൊ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല. ആൾ ഉപയോഗിക്കുന്ന ബട്ടൺ ഫോൺ ഉപയോഗിക്കുന്നത്. കാരണം വെച്ചെങ്കിൽ ഇതിൽ വൈഫൈയും നെറ്റൊക്കെ ഉള്ള കാരണം ആളെ ട്രേസ് ചെയ്യാൻ എളുപ്പം എന്നുള്ള കോൺസെപ്റ്റ് കാരണം അത് ഉപയോഗിക്കുന്നില്ല. ഇപ്പൊ സാധാരണക്കാർ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നു. കാരണം ടെക്നോളജി ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യാണ്. നമുക്കെല്ലാം ഒരു ലോകം ഒരു വിരൽത്തുമ്പിൽ എന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്നത് തമാശകളില്ല. സീരിയസ്ലി നമ്മളുടെ ഒരു വിരലിൽ തന്നെ ലോകത്തെല്ലാ ഇൻഫർമേഷൻസും കിട്ടാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്.